ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിലും വലിയ ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് നൊട്ടേഷൻസ്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഫോർ ഓൾ എല്ലാം ഈ നൊട്ടേഷൻസ് നമ്മൾ നന്നായി മനസ്സിലാക്കി പഠിക്കണം. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 1ഉം 2ഉം രണ്ട് നമ്പേഴ്സ് തന്നാൽ അത് ഗ്രേറ്റർ ദാൻ സൈൻ എങ്ങനെ കൊടുക്കാം? 2 ഗ്രേറ്റർ ദാൻ 1 എന്ന് എഴുതാം. 2 എപ്പോഴും എന്തിനാണ്? ഒന്നിനേക്കാൾ വലുതാണ്. ഇത് ലെസ് ദാനിലേക്ക് 1 ലെസ് ദാൻ 2 എന്ന് കൊടുത്താൽ അത് ലെസ് ദാൻ സൈൻ ആണ്. ദെൻ 2 2നോട് ഈക്വൽ ആവുമ്പോൾ അത് ഇക്വാളിറ്റി വരും. 2 നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നോട്ട് ഈക്വൽ ടു സൈൻ കൊടുക്കാം. 1ഉം 2ഉം മാത്രം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്ന സൈൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, 2 ഒന്നിനേക്കാൾ വലുതാണ്. അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സൈൻ കൊടുക്കണം. ഇവിടെ നോക്കിയേ 1 ലെസ് ദാൻ 2, 1 2നേക്കാൾ കുറവാണ്. അവിടെ നമ്മൾ കൊടുക്കുന്ന സൈൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ആണ്. ഇനി 2 2നോട് തന്നെ ഈക്വൽ ആന്ന് പറയുമ്പോൾ അവിടെ കൊടുക്കേണ്ട സൈൻ ഏതാ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വാളിറ്റി എന്ന് പറയും. ഇക്വാളിറ്റി, ഈക്വൽ ആണ്. ഇനി 2 എപ്പോഴെങ്കിലും ഒന്നിനോട് ഈക്വൽ ആവോ? ഇല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കേണ്ട സൈൻ എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു ആണ്. 2 നോട്ട് ഈക്വൽ ടു 1 എന്നാണ് കൊടുക്കേണ്ടത്. ഈ ഒരു നൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോർ ഓൾ, എല്ലാ നാച്ചുറൽ നമ്പറും ശരിക്കും എന്താണ്? ഓൾ നമ്പർ ആണ് അല്ലേ? 0 1 2 3 എക്സെട്ര അല്ലേ പോകുന്നത്. അപ്പൊ എല്ലാ നാച്ചുറൽ നമ്പറും ഓൾ നമ്പർ ആണ്. എല്ലാ നാച്ചുറൽ നമ്പറും ഓൾ നമ്പറും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായി നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഒരു കുട്ടി പോലും മാത്സിന് പുറകോട്ട് പോരില്ല. പലപ്പോഴും കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ കുറേ വലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുറേ എഴുതിയും കാണാപ്പാടും ഒക്കെ കുട്ടികളെ പഠിക്കുന്നു. പക്ഷേ എക്സാമിന് വരുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ്. ചെറിയ ക്ലാസ്സിലെ ഓരോ ബേസിക്കും നന്നായി മനസ്സിലാക്കി വന്നാൽ മാത്സ് വലിയ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ വളരെ ഈസിയാവും. ഹയർ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ എല്ലാ കുട്ടികളും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് മുൻ പാഠഭാഗങ്ങളിലെ വ്യക്തത കുറവ്. പേരൻസിനും കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ബേസിക് മാത്സ് ക്ലാസ് ഓറയുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്ത് എല്ലാവർക്കും ഫ്രീ ആയി കാണാവുന്നതാണ്. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.